യുദ്ധക്കളമായി രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹി. കോക്രോച്ചുകളുടെ പ്രൊട്ടസ്റ്റ് ഇന്ത്യയുടെ ജെൻസി വിപ്ലവമാണോ? യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെയും ഇന്ത്യയും ഞെട്ടിച്ചുകൊണ്ട് പാറ്റകൾ അതിശക്തമായ പ്രതിഷേധമാണ് കാഴ്ചവെച്ചത്. നമുക്ക് ആദ്യം അതിന്റെ ഒരു വാർത്ത കാണാം. ആ വാർത്തയ്ക്ക് ശേഷം അതിന്റെ വിശകലനം കാണാം. നമ്മുടെ രഞ്ജിനി ഹരിദാസ് അടക്കം ഉള്ളവരെവിടെയുണ്ട്. അത് എന്താ പറയുന്നത്, അവരവിടെ പോയതിന് അവരെ അഭിനന്ദനം അറിയിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP സമരം. കോക്രോച്ച് ജനതാ പാർട്ടി ദില്ലിയിൽ നടത്തിയ പാർലമെന്റ് മാർച്ചിൽ ഇന്ന് യുവ മുന്നേറ്റത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിനെയാണ് കണ്ടത്. പ്രതിഷേധത്തിൽ യുദ്ധക്കളമായി മാറി അക്ഷരാർത്ഥത്തിൽ രാജ്യ തലസ്ഥാനം. ആദ്യം അവഗണിക്കുകയായിരുന്നു, ആദ്യം ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞ് വിടുകയായിരുന്നു. പക്ഷേ അത് ശക്തി കൂടുതലായി കണ്ടു. ആദ്യഘട്ടത്തിൽ ഈ ശക്തി ഇല്ലായിരുന്നു, ഇപ്പോൾ ശക്തി കൂടുതൽ. ആയിരക്കണക്കിന് യുവാക്കളാണ് ഇന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുകയായിരുന്നു ദില്ലി പോലീസ്. പ്രതിഷേധത്തിന് നേരെ പലയിടത്തും പോലീസ് ലാത്തിചാർജ് നടത്തി, കണ്ണീർ വാതകം പ്രയോഗിച്ചു. നിരവധി പ്രതിഷേധക്കാർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. പ്രതിഷേധക്കാർ തൊട്ടടുത്തെത്തിയതോടെ പാർലമെന്റ് കവാടങ്ങളെല്ലാം അടച്ചിട്ടു. വൈകുന്നേരത്തോടെ നാടകീയമായി ജന്തർ മന്ദറിലേക്ക് ഇരച്ചു കയറിയ പോലീസ് സമരപ്പന്തലും അടിച്ചു തകർത്തു. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ഇടത് വിദ്യാർത്ഥികളുടെ സമരവേദിയും പോലീസ് തകർത്തു. CJP-കാരന്റെ സമരപ്പന്തൽ തിരിച്ചു പിടിച്ചു അടക്കം വാർത്തകൾ ഇനി അടിച്ചോ എന്ന് പറഞ്ഞൊരു യുവാവ് നിൽക്കുകയാണ്. അപ്പോൾ ഒടുവിൽ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ നേരിടുകയാണ് കേന്ദ്ര സർക്കാർ. ആദ്യം പ്രതിഷേധങ്ങൾ അവഗണിച്ചും ജന്തർ മന്ദർ സമരത്തിന് അനുമതി നൽകുകയും ചെയ്ത കേന്ദ്ര സർക്കാരിനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് സമരപന്തൽ തന്നെ തകർത്തിരിക്കുകയാണ്. ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. ധനേഷ്, അഭിജിത് ദീപ്കെ എന്ന നേതാവിനെയും CJP-യെയും ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്ന് NDA സർക്കാർ രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളുകയാണോ? അതാണോ ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നത്? അനൂപ, നമ്മൾ ഇതിനു മുമ്പ് സമാനമായ സാഹചര്യം കണ്ടത് ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രിയാണ് ഇത്തരത്തിലൊരു ഒഴിപ്പിക്കൽ നടപടി ജന്തർ മന്ദറിൽ ദില്ലി പോലീസ് നടത്തിയത്. ഇന്ന് പകൽ വെളിച്ചത്തിൽ സമാനമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഭാഗത്ത് സമരക്കാരും മറുവശത്ത് പോലീസ് എന്നുള്ള ആ തലത്തിൽ ഇപ്പോഴും ആ സംഘർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ്. നിലവിൽ ഏതായാലും ഇന്നത്തെ CJP-യുടെ പാർലമെന്റ് മാർച്ചിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. യുവാക്കൾ ദില്ലിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ദില്ലിയിലെ മെട്രോ സ്റ്റേഷനുകൾ പലതും അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി. പാർലമെന്റിലേക്ക് അടക്കം മാർച്ച് പ്രഖ്യാപിച്ച് CJP പ്രഖ്യാപിച്ച ഈ സമരത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുകയും സൂചി കുത്താനുള്ള ഇടം പോലും ജന്തർ മന്ദറിനുള്ളിൽ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. ആ സമയത്ത് ഇവരെ ചർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം ഒരു 12 മണിയോടുകൂടി അഭിജിത് ദീപ്കെയും ഒപ്പം തന്നെ അഭിജിത്തിനൊപ്പം സമരം ചെയ്തിരുന്ന SFIയുടെ ആദർശം സജി, ഐഷി ഘോഷ്, ഐസിയുടെ നേഹ ഉൾപ്പെടെയുള്ളവർ അവരുടെ സമരം, അതായത് നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. വേദിയിലേക്ക് എത്തുകയും പിന്നീട് നാരങ്ങ അടക്കം നൽകുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് വളരെ വേഗത്തിൽ ഒരു മാർച്ചിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ മാർച്ച് കേരള ഹൗസിന് മുന്നിൽ പോലീസ് തടയുന്നു. ചില ആളുകൾ അതിനിടയിൽ പാർലമെന്റിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയവരെയൊക്കെ തന്നെ പ്രസ് ക്ലബിന് സമീപം റൈസീന റോഡിൽ പോലീസ് കണ്ണീർ വാതകം അടക്കം പ്രയോഗിച്ച് തടയുന്ന സാഹചര്യം ഉണ്ടായി. ദില്ലിയിലെ പല റോഡുകളിലും ഇത്തരത്തിൽ പോലീസും ഈ യുവജനങ്ങളും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിനിടെയാണ് 3:30യോടുകൂടി അപ്രതീക്ഷിതമായ ഒരു നടപടി ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സമരക്കാർ വളരെ കുറച്ചു പേർ മാത്രമേ ആ സമയത്ത് ജന്തർ മന്ദറിലെ പ്രധാന വേദിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടേക്ക് പോലീസ് ആദ്യം കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. പിന്നീട് അകത്ത് കയറി പോലീസ് സ്ത്രീകളെ, പെൺകുട്ടികളെ അടക്കം മർദ്ദിച്ചു എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർത്തുന്നത്. പലരുടെയും തലയടക്കം പൊട്ടി ചോരയൊലിച്ച് ഓടിപ്പോകുന്ന ദൃശ്യം. നമ്മുടെ നാട്ടിലെ യുവജനതയുടെ തലയാണ് അടിച്ചു പൊളിക്കുന്നത്. അതിനൊന്നും ഒരു ന്യായീകരണവും ഇല്ല. അവർ പറയുന്ന പോയിന്റുകളോട് നമുക്ക് യോജിപ്പ് കാണാം, വിയോജിപ്പ് കാണാം. ഈ രാജ്യത്തിന്റെ യുവത്വമാണ്, യുവതയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അവർ കൂടുതലും ഒരു സെന്റർ ടു ലെഫ്റ്റ് സ്വഭാവമുള്ള ആൾക്കാരാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തിന്റെ യുവത്വമാണ് എന്ന് മറക്കരുത്. ആദ്യം രഞ്ജിനി സമരമുഖത്താണുള്ളത്. രഞ്ജിനി, രാവിലെ മുതൽ തന്നെ സമരമുഖത്തുണ്ട്. അവിടെ ഇന്റർനെറ്റ് നിരോധനം അടക്കമായിരുന്നു രാവിലെ മുതൽ. എന്താണ് രഞ്ജിനി ഇന്ന് നേരിട്ട് കണ്ടത്? എന്താണ് ഈ രാത്രിയുള്ള സാഹചര്യം രഞ്ജിനി? ഞാൻ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആണ്.
സ്ട്രൈക്കിൽ ആ വേദിയിൽ നിന്നും അദ്ദേഹത്തെ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ സോനം വാങ്ചുക് ജിന്റെ ആ ഹങ്കർ സ്ട്രൈക്കിൽ ആ വേദിയിൽ നിന്നും അദ്ദേഹത്തെ ഇൻഹ്യൂമൻ ആയിട്ട് എടുത്തുകൊണ്ട് പോയത് കണ്ടപ്പം അതും ഒരു ഷീറ്റില് വളരെ യുനോ ഡിപ്ലോറബിൾ ആയ രീതിയിലാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയത്. അത് കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. അത്രയും നേരവും ഞാനൊരു ഇന്റർനെറ്റ് പോരാളിയായിരുന്നു. ഞാൻ എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു, ഞാൻ എല്ലാം റീഷെയർ ചെയ്യുമായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ബോദറിംഗ് മൈ ബ്രെയിൻ ആസ് എ സിറ്റിസൺ ഓഫ് ദ കൺട്രി ദാറ്റ് ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ മൈ കൺട്രി. അപ്പൊ ഐ ഡിസൈഡ് ദാറ്റ് ഓക്കെ ഞാൻ ഡൽഹിയിൽ വരണം. എന്റെ കുറച്ച് ഫ്രണ്ട്സും ഇവിടെ എത്തിയിട്ടുണ്ട്, അവരോട് എവിടെയൊക്കെ ഉണ്ട്. സുജാറോസ് അടക്കമുള്ള അഭിനേത്രിമാരുണ്ട്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഇന്ന് രാവിലത്തെ 5:30 ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് കൊച്ചിയിൽ നിന്ന്. ഇവിടെ എത്തിയപ്പം സത്യം പറഞ്ഞ ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടുത്തെത്തുമ്പോൾ മനസ്സിലാവും അകത്തേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതിനകത്തുള്ള ഹോട്ടലായിരുന്നു. സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ബിക്കോസ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ പോലും ആ ഹോട്ടലിലേക്ക് പോലും ഇവരെ നമ്മളെ കയറ്റിവിടുന്നില്ല. നമ്മളെ മാത്രം കയറ്റിവിടുന്നില്ല എന്നതല്ല, എല്ലായിടത്തും ബാരിക്കേഡ് ആയിരുന്നു. ഈ ഒരു ഏരിയയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഹൈക്കോടതി ജഡ്ജസ് ആയാലും ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരായാലും ആരെയും അവർ കയറ്റിവിടുന്നില്ലായിരുന്നു. ആൻഡ് അത്രയും മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ വഴക്കുണ്ടാക്കി കുറെ പബ്ലിക് പ്രൊട്ടസ്റ്റ് ആ ഏരിയാസിലൊക്കെ നടത്തിയിട്ടാണ് ഓരോ ആൾക്കാരും ഈ അകത്തേക്ക് കയറി വന്നത്. അത് തന്നെ 1-2 മണിക്കൂർ എടുത്തു, കുറെ കറങ്ങി. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് സൈറ്റിലേക്ക് എത്തി. ഈ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും നിൽക്കുന്ന അവിടെ തന്നെയാണ്. ഇപ്പോഴും ഇവിടെ പ്രൊട്ടസ്റ്റ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകളായി രാവിലെ തൊട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയയിലേക്കാണ് സംസദിലേക്കുള്ള മാർച്ച് പോകേണ്ടത്. ജന്തർ മന്തർ ഇസ് ഹിയർ. സോ എന്തായാലും രഞ്ജിനി അടക്കമുള്ളവരവിടെ എത്തിയത് വളരെ പോസിറ്റീവാണ്. അനുകൂല അഭിപ്രായവും എതിരഭിപ്രായവും കാണാം. പക്ഷെ നമ്മുടെ യുവജനതയുടെ സ്വരങ്ങൾ അടിച്ചൊതുക്കുന്നതല്ല മുമ്പോട്ടുള്ള വഴി. അവരെ കേൾക്കുക. ധർമ്മേന്ദ്ര പ്രധാന് അദ്ദേഹത്തിൻ്റെതായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ആർക്കും സംശയം ഉണ്ടാവില്ല. അപ്പോ അവരുടെ പല റീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡ്സും അംഗീകരിക്കുക എന്നുള്ളതാണ് മുമ്പോട്ടുള്ള പാത. അത് അംഗീകരിക്കാൻ മോദിജിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.